നമസ്കാരം, എല്ലാവർക്കും ധന്യാസ് ലേൺ വിത്ത് ഫണ്ണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു മലയാളം കഥയാണ് പറയാൻ പോകുന്നത്. കഥ ഇഷ്ടാണല്ലോ അല്ലേ എല്ലാവർക്കും? എനിക്കറിയാം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന കഥയുടെ പേരാണ് അമ്മ തേനീച്ചയും കുഞ്ഞു തേനീച്ചയും. കേൾക്കാം. ഒരിടത്ത് ഒരു അമ്മ തേനീച്ചയും കുഞ്ഞു തേനീച്ചയും ഉണ്ടായിരുന്നു. ഒരു ദിവസം കുഞ്ഞു തേനീച്ച കരയാൻ തുടങ്ങി. അപ്പൊ അമ്മ തേനീച്ച ചോദിച്ചു, എന്തിനാ മോളെ കരയുന്നത്? എന്ത് പറ്റി നിനക്ക് എന്ന് ചോദിച്ചു. അപ്പൊ കുഞ്ഞു തേനീച്ച പറഞ്ഞു, എനിക്ക് വിശന്നിട്ട് വയ്യ അമ്മേ, അതാ ഞാൻ കരഞ്ഞത്. എനിക്ക് വിശക്കണു, കുറച്ച് തേൻ എവിടെന്നെങ്കിലും കൊണ്ടുവന്ന് തരുമോ എന്ന് ചോദിച്ചു. അപ്പൊ അമ്മ പറഞ്ഞു, അതിനെന്താ, ഞാൻ പോയിട്ട് പൂക്കളിൽ നിന്ന് തേൻ കൊണ്ടുവരാം. പക്ഷേ ഒരു കാര്യമുണ്ട്, ഞാൻ തിരിച്ചെത്തുന്നത് വരെ നീ ഇവിടെ നിന്ന് എവിടെയും പോവരുത്, ഇവിടെ വീട്ടിൽ തന്നെ ഇരുന്നോളണം എന്ന് പറഞ്ഞു. അപ്പോ കുഞ്ഞു തേനീച്ച പറഞ്ഞു, ശരി അമ്മേ, ഞാൻ എവിടെയും പോവില്ല, ഞാൻ ഇവിടെ തന്നെ നല്ല കുട്ടിയായി ഇരുന്നോളാം എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ തേനീച്ച പറന്ന് പോയി തേനെടുക്കാൻ. എവിടെ നിന്ന്? പൂക്കളിൽ നിന്ന് തേനെടുക്കാൻ അമ്മ തേനീച്ച പറന്ന് പോയി. ആ സമയത്ത് കുഞ്ഞു തേനീച്ച ഇങ്ങനെ കുറേ നേരം കാത്ത് അമ്മയെ കാത്ത് ഇങ്ങനെ ഇരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോ കുഞ്ഞു തേനീച്ചയ്ക്ക് ബോറടിക്കാൻ തുടങ്ങി. കുഞ്ഞു തേനീച്ച ആലോചിച്ചു, അമ്മയോട് പറഞ്ഞു ഞാൻ എവിടെയും പോവില്ല എന്ന്. പക്ഷെ ഞാൻ എവിടെയെങ്കിലും പോയിട്ട് തിരിച്ചു വേഗം വന്നിരുന്ന അമ്മ അറിയാൻ പോകുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഒന്ന് പോയാലോ, പറന്ന് അമ്മ വരുന്നതിന് മുമ്പ് ഒന്ന് പോയാലോ എന്ന് വിചാരിച്ചിട്ട് എന്തു ചെയ്തു? കുഞ്ഞു തേനീച്ച പറക്കാൻ തുടങ്ങി. ചെയ്യാമോ? അങ്ങനെ ചെയ്യാൻ പാടില്ല അല്ലേ? നമ്മൾ അച്ഛനമ്മമാര് പറയുന്നതൊക്കെ അനുസരിക്കണം അല്ലേ? അവരെന്തെങ്കിലും നല്ലത് ഓർത്തിട്ട് തന്നെയായിരിക്കും, നമുക്ക് നല്ലതിന് വേണ്ടിയാണ് അവർ കാര്യങ്ങൾ പറഞ്ഞു തരിക. അപ്പൊ നമ്മൾ അവർക്ക് എതിരായിട്ട് എന്തെങ്കിലും ചെയ്യാമോ? അവര് പറഞ്ഞത് അനുസരിക്കാതെ ചെയ്യാമോ? ഇല്ല, പാടില്ല. നമ്മുടെ കുഞ്ഞു തേനീച്ച പക്ഷെ ചെയ്തു. കുഞ്ഞു തേനീച്ച പറക്കാൻ തുടങ്ങി. പറന്ന് പെട്ടെന്ന് ഇങ്ങനെ താഴേക്ക് നോക്കി പോയപ്പോ എന്തോ ഒന്ന് കണ്ടു. എന്താ അറിയോ? താഴെ ഒരു കുളത്തില് ഒരു വലിയ താമരപ്പൂവ് ഇങ്ങനെ വിടർന്ന് നിൽക്കുന്നത് കണ്ടു. താമരപ്പൂ കണ്ടിട്ടില്ലേ നിങ്ങള്? നല്ല ഭംഗിയല്ലേ കാണാൻ? താമരപ്പൂവ് ഇങ്ങനെ വിടർന്ന് നിൽക്കുന്ന കണ്ടു. അപ്പൊ കുഞ്ഞു തേനീച്ചയ്ക്ക് സന്തോഷായി. ഹായ്, നിറയെ തേനുണ്ടാവും അതില്. അപ്പൊ ഞാൻ പോയിട്ട് തേൻ കുടിക്കും, വയറ് നിറയെ കുടിക്കും എന്ന് പറഞ്ഞ് കുഞ്ഞു തേനീച്ച ധൃതിയിൽ ഇങ്ങനെ പോയി പറന്ന് പോയി ധൃതിയിൽ പറന്ന് വേഗം അതിന്റെ മുകളിൽ ചെന്നിരുന്നു കുഞ്ഞു തേനീച്ച. എന്നിട്ട് ഇതളുകളിലൂടെ താമരയുടെ ഉള്ളിലേക്ക് കയറി. എന്നിട്ട് എന്ത് ചെയ്തു? ഉള്ളിലേക്ക് കയറിയ കുഞ്ഞു തേനീച്ച അതിൽ നിന്ന് തേൻ ഇങ്ങനെ വലിച്ച് തേൻ കുടിക്കാൻ തുടങ്ങി. തേനിന് എന്താ ടേസ്റ്റ്? എന്താ സ്വാദ് തേനിന്റെ? നല്ല മധുരാണല്ലേ? തേൻ കുടിക്കാൻ തുടങ്ങി. കുടിച്ച് എന്താ പറ്റിയത്? കുഞ്ഞു തേനീച്ചയുടെ കുഞ്ഞു വയറ് ഇത്തറ വന്നു വീർത്തു. അയ്യോ, വയറ് നിറഞ്ഞ കുഞ്ഞു തേനീച്ചയ്ക്ക് എന്തു പറ്റി? ക്ഷീണം വന്നു, ഉറക്കം വരാൻ തുടങ്ങി. നമുക്കൊക്കെ അങ്ങനെയല്ലേ? നമ്മള് ഭക്ഷണമൊക്കെ കഴിച്ചു വയറൊക്കെ നിറയുമ്പോ എന്തു പറ്റും? അമ്മ, എനിക്ക് ഉറക്കം വരുന്ന അമ്മ പറയില്ലേ? അതുപോലെ കുഞ്ഞു തേനീച്ചയ്ക്ക് ഉറക്കം വരാൻ തുടങ്ങി. അയ്യോ, ഉറക്കം വരുന്നല്ലോ. കുഞ്ഞു തേനീച്ച പതുക്കെ ആ താമരപ്പൂവിന്റെ ഉള്ളിൽ കിടന്ന് ഉറങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോ താമരപ്പൂവിന്റെ ഉള്ളിലുള്ള കുഞ്ഞു തേനീച്ച കണ്ണിങ്ങനെ പതുക്കെ തുറന്നു. ഉറക്കം ഉണർന്നു ഇങ്ങനെ ചുറ്റും പേടിച്ചുപോയി. എന്താ കാര്യം? ചുറ്റും ഇരുട്ട്. അയ്യോ, ഞാൻ പൂവിന്റെ ഉള്ളിലായിരുന്നല്ലോ, ഇതെന്താ ഇവിടെ ചുറ്റും ഇരുട്ട്? അയ്യോ, എനിക്ക് പേടിയായിട്ട് വയ്യ, എനിക്ക് പേടിയാവുന്നു എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. എനിക്ക് വീട്ടിൽ പോണം, അമ്മയെ കാണണം എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. പാവം കുഞ്ഞു തേനീച്ച. കുഞ്ഞു തേനീച്ചയുടെ കരച്ചിൽ ആര് കേട്ടു?
താമരപ്പൂവ് കേട്ടു. താമരപ്പൂവ് പറഞ്ഞു, കുഞ്ഞു തേനീച്ചേ, നീ കരയണ്ടാട്ടോ. താമരപ്പൂവിന്റെ ഉള്ളിൽ തന്നെയാണ് നീ ഉള്ളത്. രാത്രിയാവുമ്പോ ഞാൻ എന്റെ ഇതളുകൾ അടയ്ക്കും. ഞാൻ എന്റെ ഇതളുകൾ രാത്രിയാവുമ്പോൾ അടയ്ക്കും. രാവിലെ ആകാശത്ത് സൂര്യൻ വരുമ്പോൾ ഞാൻ എന്റെ ഇതളുകൾ തുറക്കും. അപ്പൊ നിനക്ക് വീട്ടിൽ പോവാം. നീ അമ്മ പറഞ്ഞത് അനുസരിക്കാത്തത് കൊണ്ടല്ലേ ഇങ്ങനെ പറ്റിയത്. ഇനി നല്ല കുട്ടിയായി അനുസരിക്കണം കേട്ടോ. അപ്പൊ ഇതുപോലെയുള്ള കുഴപ്പങ്ങളിൽ ഒന്നും ചെന്ന് ചാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ കുഞ്ഞു തേനീച്ച പറഞ്ഞു, ശരി, എന്നാലും എനിക്ക് പേടിയാവുന്നുണ്ട്. അപ്പൊ താമര പറഞ്ഞു, നീ പേടിക്കണ്ട, നീ അതിന്റെ ഉള്ളിൽ സുരക്ഷിതയാണ്, ആരും ഒന്നും നിന്നെ ചെയ്യില്ല, ധൈര്യമായി അവിടെ ഇരുന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ കുഞ്ഞു തേനീച്ച കാത്തിരിക്കാൻ തുടങ്ങി. രാവിലെ ആവണേ വേഗം, രാവിലെ ആവണേ വേഗം, സൂര്യൻ വരണേ എന്ന് പറഞ്ഞ് കാത്തിരുന്നു. അങ്ങനെ രാവിലെയായി. ആകാശത്ത് സൂര്യൻ വന്നു. അപ്പൊ നമ്മുടെ താമരപ്പൂവ് പതുക്കെ 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 വിരിഞ്ഞു വന്നു. വിരിഞ്ഞപ്പോ എന്ത് പറ്റി? കുഞ്ഞു തേനീച്ചയ്ക്ക് സന്തോഷായി. ഹായ്, എനിക്ക് വീട്ടിൽ പോവാലോ, എനിക്ക് എന്റെ അമ്മയെ കാണാലോ എന്ന് പറഞ്ഞപ്പോഴേക്കും ആരുടെയോ ഒരു ശബ്ദം. എന്റെ മോളെ ആരെങ്കിലും കണ്ടോ? എന്റെ മോളെ ആരെങ്കിലും കണ്ടോ? അയ്യോ, ഒന്ന് പറയണേ, ആരെങ്കിലും ഒന്ന് പറയണേ എന്നൊക്കെ പറഞ്ഞ് ആരോ കരയുന്ന സൗണ്ട് കേട്ടു. ആരുടെ ശബ്ദമായിരുന്നു അത്? അമ്മ തേനീച്ച കുഞ്ഞു തേനീച്ച കാണാതെ വിഷമിച്ച് കരഞ്ഞ് തിരഞ്ഞ് നടക്കുകയാണ്. അപ്പൊ സങ്കടായി കുഞ്ഞു തേനീച്ചക്ക്. കുഞ്ഞു തേനീച്ച പറഞ്ഞു, അമ്മ ഞാൻ എവിടെയുണ്ട് പറഞ്ഞു. അപ്പൊ വേഗം അമ്മ കണ്ടു. എന്റെ മോൾ അവിടെ ഉണ്ടല്ലോ. വേഗം അങ്ങോട്ടേക്ക് പറന്ന് പോയി. എന്നിട്ട് കുഞ്ഞു തേനീച്ച അമ്മ തേനീച്ചയും കെട്ടിപ്പിടിച്ചു. ഷോ മോളെ, നീ എവിടെയായിരുന്നു? ഞാൻ എവിടെയൊക്കെ നിന്നെ തിരഞ്ഞു. അപ്പൊ കുഞ്ഞു തേനീച്ച പറഞ്ഞു, സോറി അമ്മ, മാപ്പ്, ഞാനൊരു തെറ്റ് ചെയ്തു. അമ്മ പറഞ്ഞത് അനുസരിക്കാതെ ഞാൻ എന്റെ തോന്നിവാസം കാണിച്ച് ഞാൻ ഇങ്ങനെ പറന്ന് എന്റെ സ്വന്തം ഇഷ്ടത്തിന് പോയിട്ട് ഞാനൊരു കുളത്തില് താമരപ്പൂവിനെ കണ്ടു. അതിന്റെ ഉള്ളിൽ ചെന്നിരുന്ന് തേൻ കുടിച്ച് വയറ് നിറഞ്ഞപ്പോ ഉറങ്ങിപ്പോയി. പിന്നെ കണ്ണു തുറന്നപ്പോ രാത്രിയായി. അപ്പോ ഇതളുകൾ അടച്ചിട്ടുണ്ടായിരുന്നു താമരപ്പൂവ്. രാവിലെ ആയപ്പോ തുറന്നു. സൂര്യൻ ആകാശത്ത് വന്നപ്പോ തുറന്നു. അതുകൊണ്ട് അമ്മയ്ക്ക് ഇപ്പൊ എന്നെ കാണാൻ പറ്റിയത് എന്ന് പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞു, കണ്ടോ മോളെ, അച്ഛനമ്മമാര് പറയുന്നത് കേൾക്കാതെ പോയാൽ കുട്ടികൾക്കുണ്ടാകുന്ന കുഴപ്പങ്ങൾ കണ്ടോ? ഒരിക്കലും ഇനി അങ്ങനെ ചെയ്യരുത് കേട്ടോ. ഇല്ല അമ്മേ, മാപ്പ്, ഞാൻ ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, ഞാൻ നല്ല കുട്ടിയായി ഇരുന്നോളാം എന്ന് പറഞ്ഞു. അപ്പോ കുഞ്ഞു തേനീച്ചയോട് അമ്മയ്ക്ക് സന്തോഷവുമായി സ്നേഹവുമായി. അവര് കെട്ടിപ്പിടിച്ചിട്ട് വീട്ടിലേക്ക് പോയി. പോകുന്നതിന് മുൻപ് കുഞ്ഞി താമരയുടെ അടുത്ത് പറഞ്ഞു, താമരപ്പൂവിനോട് പറഞ്ഞു, വളരെ നന്ദി താമരപ്പൂവേ, എന്റെ മോളെ കാത്ത് സൂക്ഷിച്ചു വെച്ചതിന് ഒരുപാട് നന്ദി, പോയിട്ട് വരാട്ടോ എന്ന് പറഞ്ഞിട്ടേ അവര് പോയുള്ളൂ. നല്ല സ്വഭാവം അല്ലേ അത്? ആരെങ്കിലും നമുക്ക് വേണ്ടി നല്ലതൊക്കെ ചെയ്താൽ നമ്മൾ എന്ത് പറയണം? നന്ദി അല്ലേ, താങ്ക് യു എന്ന് പറയണം. ഇഷ്ടായോ കഥ? ഇഷ്ടായില്ലേ? അപ്പൊ ഇനി അടുത്ത കഥയുമായി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.